യോസേഫ് തൻ്റെ വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നുവെന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും പകച്ചു. ദോതാൻ എന്ന ദേശത്ത് അവർ യോസേഫിനെതിരെ ദുരാലോചന ചെയ്തു. അവനോട് ദോഷം പ്രവർത്തിച്ചു. അവനെ പൊട്ടക്കുഴിയിലിട്ട് കളഞ്ഞു. അവനെ അവർ മിസ്രയീമ്യർക്ക് വിറ്റുകളഞ്ഞു. അടിമയായി വിറ്റുകളഞ്ഞ യോസേഫിൻ്റെ ചരിത്രം തീർന്നുവെന്ന് സഹോദരന്മാർ വിചാരിച്ചപ്പോൾ മിസ്രയീം ദേശത്ത് യോസേഫിൻ്റെ പുതിയ ചരിത്രം രചിക്കുവാൻ ദൈവം തീരുമാനിച്ചു. അവൻ പോത്തിഫറിൻ്റെ വീട്ടിലെ ഗൃഹവിചാരകനായി. യഹോവയുടെ ആത്മാവ് അവനോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം അവനെ വീണ്ടും ഉയർത്തി മിസ്രയീം ദേശത്തെ മന്ത്രിയാക്കി. യോസേഫ് എന്ന വ്യക്തിയെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചപ്പോൾ വിസ്മരിക്കപ്പെടാത്ത ഒരു ചരിത്രമാക്കി ദൈവം അവനെ മാറ്റി. സഹോദരന്മാരാൽ തള്ളിക്കളഞ്ഞ യോസേഫിനെ ഒരു ചരിത്രമാക്കി മാറ്റിയെങ്കിൽ ദൈവം നിന്നെയും ഒരു ചരിത്രമാക്കി മാറ്റും.